പഴയ കറൻസികൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. 1 രൂപ നോട്ട് കൈവശമുണ്ടെങ്കിൽ അത് 7 ലക്ഷം രൂപ വരെ നേടാമെന്നാണ് ലേല വെബ്സൈറ്റുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള കറൻസികൾക്കും ആവശ്യക്കാർ ഉയർന്ന സാഹചര്യത്തിലാണ് ഇവയുടെ മൂല്യം ഇപ്പോൾ കാര്യമായി വർദ്ധിച്ചത്. എങ്ങനെയാണ് ഇത്രയും തുക 1 രൂപ നോട്ടിൽ ലഭിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം. ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് 1 രൂപ, 2 രൂപ, 5 രൂപ എന്നീ നോട്ടുകളുടെ മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അപൂർവം ചിലരുടെ കൈവശം മാത്രമേ ഇത്തരം നോട്ടുകൾ കാണാൻ കഴിയുകയുള്ളൂ. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യ ഗവൺമെന്റ് 29 വർഷം മുമ്പ് ഇവയുടെ അച്ചടി നിർത്തിവച്ചിരുന്നു. പിന്നീടുള്ള 2015 നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ പഴയ നോട്ടുകൾ പുനരവതരിപ്പിക്കുകയാണ് ചെയ്തത്. 80 വർഷം മുമ്പുള്ള നോട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന 1 രൂപ നോട്ടാണിപ്പോൾ ഏറ്റവും അധികം വിലമതിക്കുന്നതെന്ന് പറയാം. 1935 പുറത്തിറങ്ങിയ ആ നോട്ടിൽ അന്നത്തെ ഗവർണറായിരുന്ന JW കെല്ലി ഒപ്പുവെക്കുകയുണ്ടായി. ഏകദേശം 80 വർഷം മുമ്പാണ് ഈ നോട്ട് പ്രധാനമായും അച്ചടിച്ചിട്ടുള്ളത്. ഈ നോട്ടിന്റെ അപൂർവകതയും ചരിത്രപരമായ സവിശേഷതയും കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യം ഇന്ന് ഈ നോട്ടിന് ലഭിക്കുന്നുണ്ട്. 25 പൈസയുടെ നാണയം കൈവശമുള്ളവർക്കും പണം നേടാൻ കഴിയും. ഇവയ്ക്ക് 1.50 ലക്ഷം രൂപ വരെ ഓൺലൈനിൽ വിപണികളിൽ ലഭിക്കുന്നുമുണ്ട്. നിങ്ങളുടെ കൈവശം ഇതുപോലെയുള്ള പഴയ നോട്ടുകളോ നാണയങ്ങളോ ഉണ്ടെങ്കിൽ കോയിൻ ബസാർ, eBay തുടങ്ങിയ വെബ്സൈറ്റുകൾ മുഖേന അത് വിൽക്കാവുന്നതാണ്. എന്നാൽ പഴയ കറൻസി നോട്ടുകൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്.